This is Danya. അതിന് നമ്മൾ നോക്കുന്നത് സി പ്രോഗ്രാമിങ്ങിന്റെ കുറച്ച് എക്സസൈസസ് ആണ്, പ്രോഗ്രാമിംഗ് എക്സസൈസ് ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Write a C program to find smallest of two numbers using conditional operator. Conditional operator യൂസ് ചെയ്തിട്ട് നമുക്ക് രണ്ട് നമ്പേഴ്സിൽ സ്മോളസ്റ്റ് നമ്പർ ഏതാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാം ആണ് വേണ്ടത്. ഓക്കെ, അപ്പം ഇവിടെയാണ് ഞാൻ പ്രോഗ്രാം കൊടുത്തിട്ടുള്ളത്. റൈറ്റ് സൈഡ് നോക്കാം നമുക്ക് കേട്ടോ. അപ്പം നമുക്ക് രണ്ട് നമ്പർ വേണം. ഓക്കെ, സോ N1 ആൻഡ് N2 ആണ് നമ്മളുടെ രണ്ട് നമ്പേഴ്സ്. ഇനി ഇതിൽ രണ്ടിൽ ഏതാണ് സ്മോളസ്റ്റ് എന്ന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേരിയബിൾ കൂടെ വേണം. സോ അത് സ്മോളസ്റ്റ് എന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇതാണ് ഇതിൽ വരുന്ന വേരിയബിൾസ്. അപ്പൊ നമുക്ക് വേരിയബിൾസ് എന്താന്നുള്ളത് ഫസ്റ്റ്, ഒരു പ്രോഗ്രാമിന് ഫസ്റ്റ് നമുക്ക് വേരിയബിൾസ്, നമ്മൾ എന്തൊക്കെ വേരിയബിൾസ് അതിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയണം. ഓക്കെ, സോ വി ഹാവ് ടു നമ്പേഴ്സ് N1 ആൻഡ് N2. ദെൻ സ്മോളസ്റ്റ് നമ്പർ ഏതാണോ അത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഈ സ്മോളസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിലേക്കാണ്. ഓക്കെ, സോ നമുക്കൊരു പ്രോഗ്രാം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഹെഡർ ഫയൽസ് വേണം അല്ലെ, ലൈബ്രറി നിന്ന് നമുക്ക് എടുക്കുന്ന ഹെഡർ ഫയൽസ് വേണം. സോ നമ്മൾ ഇവിടെ നമുക്ക് രണ്ട് വേരിയബിൾസ് റീഡ് ചെയ്യണം, രണ്ട് നമ്പേഴ്സ് റീഡ് ചെയ്യണം, N1 ആൻഡ് N2. പിന്നെ അതിനുശേഷം അത് റീഡ് ചെയ്തതിനു ശേഷം നമുക്ക് അത് പ്രിന്റ് ചെയ്യണം അല്ലെ. സോ അപ്പൊ ഇവിടെ നമുക്ക് printf ആൻഡ് scanf എന്ന് പറയുന്ന രണ്ട് ഫങ്ഷൻസ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്, ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. ഓക്കെ, അപ്പം ഇത് വരുന്നത് ഏത് ഹെഡർ ഫയലിലാണ്? stdio.h എന്ന് പറയുന്ന ഹെഡർ ഫയലാണ്, സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഹെഡർ ഫയലാണ്. അപ്പൊ അത് നമ്മൾ ഈ ഹാഷ് ഇൻക്ലൂഡ് എന്നുള്ള ആ ഒരു ഇത് വെച്ച് വേണം കൊടുക്കാനായിട്ട്. ഓക്കെ, ഹാഷ് ഇൻക്ലൂഡ് stdio.h. അതിനുശേഷം ഇന്റ് മെയിൻ. ഇന്റ് മെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രോഗ്രാം അതായത് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിയുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റ് മെയിൻ കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെ ഇന്റ് മെയിൻ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ പ്രോഗ്രാമിന്റെ എൻഡിൽ ഒരു റിട്ടേൺ 0 കൂടി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഇന്റ് മെയിൻ എപ്പോൾ നമ്മൾ യൂസ് ചെയ്താൽ താഴെ ഒരു റിട്ടേൺ 0 ഉണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഇന്റ് മെയിനും വോയിഡ് മെയിനും തമ്മിലുള്ള ഡിഫറൻസ് അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്റ് മെയിൻ കൊടുക്കുമ്പോൾ റിട്ടേൺ 0 കൊടുക്കണം, വോയിഡ് മെയിൻ കൊടുക്കുമ്പോൾ ഇവിടെ റിട്ടേൺ വാല്യൂ ആവശ്യമില്ല. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഓക്കെ, അപ്പം ഇന്റ് മെയിൻ കൊടുക്കുമ്പോൾ റിട്ടേൺ 0 കൊടുക്കണം. ഓക്കെ, അതിനുശേഷം നമ്മൾ നമ്മളുടെ വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്യണം അല്ലെ. വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുമ്പോൾ വേരിയബിൾസ് ഏത് ഡേറ്റ ടൈപ്പ് ആണ് എന്നുള്ളത് നമ്മൾ പറയണം. നമ്പേഴ്സ് ആണ് അല്ലെ, രണ്ട് നമ്പേഴ്സ് ആണ്. സോ N1 നമ്പർ 1 ആയാലും നമ്പർ 2 ആയാലും സ്മോളസ്റ്റ് ഏത് നമ്പർ ആണെങ്കിലും അത് ഇന്റിജർ വാല്യൂ ആണ്. സോ നമ്മൾ അത് ഇന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്റ് num1 num2 ആൻഡ് സ്മോളസ്റ്റ്. ഇനി നമ്മൾക്ക് രണ്ട് നമ്പേഴ്സ് റീഡ് ചെയ്യണം അല്ലെ, ഇൻപുട്ട് ചെയ്തെടുക്കണം. സോ അവിടെ അതിന് നമ്മൾ ആദ്യം ഫസ്റ്റ് നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രിന്റ് ചെയ്തു, എന്റർ ദ ഫസ്റ്റ് നമ്പർ, printf ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ വേണം കൊടുക്കാനായിട്ട്, എന്റർ ദ ഫസ്റ്റ് നമ്പർ. അതിനുശേഷം നമ്മൾ റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ത്രൂ scanf ആണ് അല്ലെ, scanf. പിന്നെ ഇന്റിജർ വാല്യൂ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്റിജർ വാല്യൂവിനെ കാണിക്കാൻ വേണ്ടിയിട്ട് %d വെച്ച് വേണം നമ്മൾ റീഡ് ചെയ്യാനായിട്ട്, %d. ആ %d നമ്മൾ ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ തന്നെ കൊടുക്കണം. ഓക്കെ, അതിനുശേഷം ഒരു കോമ വേണം. ഇതൊക്കെ അതിന്റെ ഫോമാറ്റ് ആണ് കേട്ടോ. ഇവിടെ എന്തെങ്കിലും നമ്മൾ തെറ്റ് വരുത്തി കഴിഞ്ഞാൽ അത് ഒരു എറർ ആയിരിക്കും. ഓക്കെ, %d ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ, അതിനുശേഷം കോമ വേണം. അതിനുശേഷം നമ്മൾ ആദ്യത്തെ നമ്പർ ആണ് അല്ലെ, ഫസ്റ്റ് നമ്പർ ആണ്. സോ num1. അപ്പൊ num1 എന്ന് പറയുന്നത് റീഡ് ചെയ്യുമ്പോൾ നമ്മൾ ആംബർസാൻഡ്, ഈ ആൻഡിനെ നമ്മൾ ആംബർസാൻഡ് എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ആംബർസാൻഡ് num1 ഇട്ട് തന്നെ കൊടുക്കണം. ഓക്കെ, scanf %d, ആ %d ഡബിൾ കോട്ട്സിൽ കൊടുക്കണം, കോമ ഇടണം. അതിനുശേഷം നമ്മൾ കൊടുക്കുന്ന നമ്പർ, ഇപ്പൊ ഏത് നമ്പർ ആയാലും, ഇപ്പൊ N1 അല്ലെങ്കിൽ ABC, നമ്മൾ ഏത് വേരിയബിൾ അവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ അത് ആംബർസാൻഡ് വെച്ച് വേണം കൊടുക്കാനായിട്ട്. ഓക്കെ, അതിനുശേഷം നമ്മളുടെ സെക്കൻഡ് നമ്പർ, printf എന്റർ സെക്കൻഡ് നമ്പർ, അതും ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ കൊടുക്കണം. ഓരോ പ്രാവശ്യം നമ്മൾ ഇത് ചെയ്യുമ്പോഴും ഏത് ബ്രാക്കറ്റ്സ് ആണോ നമ്മൾ ഓപ്പൺ ചെയ്ത് അത് ക്ലോസ് ചെയ്തിട്ട് എന്താ ഈ സാധനം, ഈ സെമിക്കോളൻ ഇടാനും മറക്കരുത്. സെമിക്കോളൻ വിട്ടുപോയാലും നമുക്ക് അവിടെ എറർ ആയിരിക്കും. ഓക്കെ, അതിനുശേഷം scanf ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ അഗൈൻ %d, കോമ ആംബർസാൻഡ് num2, രണ്ടാമത്തെ നമ്പർ ആണ്. സോ num2. ഓക്കെ, വീണ്ടും ഞാൻ ക്ലോസ് ചെയ്തു ആൻഡ് സെമിക്കോളൻ. ഓക്കെ, അപ്പം രണ്ട് നമ്പേഴ്സ് നമ്മളിപ്പം റീഡ് ചെയ്ത് കഴിഞ്ഞു. ഇനിയാണ് നമുക്ക് സ്മോളസ്റ്റ് കാണാനുള്ളത് യൂസിങ് കണ്ടീഷണൽ ഓപ്പറേറ്റർ ആണ്. ഓക്കെ, കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുമ്പം ഇവിടെ കണ്ടോ, ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, ഒരു കോളൻ.
ഓക്കെ, അപ്പം ഇവിടെ നോക്കിയത് കണ്ടീഷണൽ ഓപ്പറേറ്റർ. കണ്ടീഷൻ ആദ്യം നമ്മൾ കണ്ടീഷൻ കൊടുക്കണം. ഓക്കെ, കണ്ടീഷൻ കൊടുക്കണം. കണ്ടീഷൻ ആ എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ അതിന്റെ തൊട്ടടുത്തുള്ള നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് റിട്ടേൺ ചെയ്യും. അതല്ല ഫാൾസ് ആണെങ്കിൽ ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആദ്യത്തെ റിട്ടേൺ ചെയ്യും, കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ രണ്ടാമത്തെ റിട്ടേൺ ചെയ്യും. ഇതാണ് അതിന്റെ ഒരു ഫോമാറ്റ്. ഓക്കെ, കണ്ടീഷൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം, അതിനുശേഷം ട്രൂ ആണെങ്കിൽ എന്താണോ നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത് ആ വാല്യൂ ഇവിടെ കൊടുക്കുക, ദെൻ ഒരു കോളൻ ഇട്ട് കൊടുക്കണം. അതിനുശേഷം രണ്ടാമത് ഫാൾസ് ആവുമ്പോൾ എന്താണോ വാല്യൂ റിട്ടേൺ ചെയ്യേണ്ടത് ആ വാല്യൂ ഇവിടെ കൊടുക്കണം. ഓക്കെ, ഇവിടെ നമ്മൾക്ക് എന്താണ് num1 ആൻഡ് num2 അല്ലെ, n1 ആൻഡ് n2 ഇതിൽ ഏതാണ് വലുത്? ഓക്കെ, അപ്പൊ നമുക്ക് സോറി വലുതല്ല ചെറുത്, നമുക്ക് സ്മോളസ്റ്റ് ആണ് കാണേണ്ടത്. സോ അവിടെ സ്മോളസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കണ്ടീഷൻ എന്താണ്? n1 is less than or n2. ഓക്കെ, n1 is less than n2. n1 n2 നേക്കാളും ചെറുതാണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ ചെറുതാണെങ്കിൽ n1 ചെറുതാണെങ്കിൽ we should return the value of n1 അല്ലെ. അതല്ല n2 ആണ് ചെറുത് എങ്കിൽ, ഇപ്പൊ false ആണെങ്കിൽ n1 less than n2 എന്ന് പറയുന്ന കണ്ടീഷൻ n1 less than n2 ആദ്യത്തെ വാല്യൂ രണ്ടാമത്തെ വാല്യൂവിനേക്കാളും ചെറുതാണ്. ഇഫ് ട്രൂ, അത് ട്രൂ ആണെങ്കിൽ n1 റിട്ടേൺ ചെയ്യും, അത് ട്രൂ അല്ല ഫാൾസ് ആണെങ്കിൽ n2 റിട്ടേൺ ചെയ്യും. അപ്പൊ അതിന്റെ അർത്ഥം n2 ആണ് ചെറുത് എന്നാണ്. ഓക്കെ, സോ അത് നമ്മൾ ഈ സ്മോളസ്റ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മളിവിടെ ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ, ആ വേരിയബിളിലേക്കാണ് ഏതാണ് സ്മോളസ്റ്റ് എന്നുള്ളത് സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ സ്മോളസ്റ്റ് ഈക്വൽ ടു നമ്മളുടെ കണ്ടീഷൻ ഇതാണ് നമ്മൾ കൊടുത്തത്, num1 ലെസ് ദാൻ num2. num1 ലെസ് ദാൻ num2. ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഫസ്റ്റ് നമ്പർ 12 ആണ്, സെക്കൻഡ് നമ്പർ 8 ആണ്. ഓക്കെ, സോ ഇവിടെ 12 ആണ്, ഇവിടെ 8 ആണ് അല്ലെ. num1 ലെസ് ദാൻ num2 ഇവിടെ ട്രൂ ആണോ? അല്ല. 12 is less than 8 ആണോ? അല്ല. സോ അവിടെ നമുക്ക് ട്രൂ ആണെങ്കിൽ മാത്രമായിരിക്കും num1 റിട്ടേൺ ചെയ്യുന്നത്, ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആണെങ്കിൽ രണ്ടാമത്തെ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത് അല്ലെ, num2. അപ്പൊ ട്രൂ അല്ല, 12 less than 8 എന്ന് പറയുന്നത് ട്രൂ അല്ല. സോ സെക്കൻഡ് വാല്യൂ റിട്ടേൺ ചെയ്യും, num2 is 8 ആണ്. അപ്പോ the smallest number, ഇനി നമ്മൾ അത് ഡിസ്പ്ലേ ചെയ്യുന്നത് printf the smallest number is, വീണ്ടും നമ്മള് വേരിയബിൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് കണ്ടോ, വേരിയബിൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. വേരിയബിൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എവിടെയാണോ നമ്മൾ ആ വേരിയബിളിനെ പ്ലേസ് ചെയ്യേണ്ടത് ആ പ്ലേസിൽ നമ്മൾ %d കൊടുക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഓക്കെ, ദ സ്മോളസ്റ്റ് നമ്പർ ഇസ് %d. ഇത് നെക്സ്റ്റ് ലൈനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ /n കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ലൈനിലേക്ക് പോകാനാണ് /n കൊടുത്തിട്ടുള്ളത്. സ്മോളസ്റ്റ് നമ്പർ ഈസ് കഴിഞ്ഞ് കോളൻ വരും, അതിനുശേഷം ഇവിടെ സ്മോളസ്റ്റ്. ഇവിടെ നമ്മൾ ആംപർസാൻഡ് കൊടുക്കേണ്ട, റീഡ് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മൾ സ്കാൻഫ് യൂസ് ചെയ്യുമ്പോഴാണ് ആംപർസാൻഡ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പൊ പ്രിന്റ്എഫിന്റെ കൂടെ ആംപർസാൻഡ് വേണ്ട. സോ അവിടെ സ്മോളസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്മോളസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിൽ ഏത് വാല്യൂ ആണോ സ്റ്റോർ ചെയ്തിട്ടുള്ളത് ആ വാല്യൂ ഈ %d എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന സ്ഥലത്ത് പ്രിന്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പം ഇവിടെ n1 ലെസ് ദാൻ n2 നമ്മൾ ചെക്ക് ചെയ്തു, n1 n2 ലെസ് ദാൻ ആണെന്ന് ചെക്ക് ചെയ്തിട്ട് ഏതാണ് num1, ഇപ്പൊ ഇൻ കേസ് 8 ആണ് ആദ്യത്തെ നമ്പർ, 12 ആണ് രണ്ടാമത്തെ നമ്പർ എങ്കിൽ 8 less than 12 is correct അല്ലെ. അപ്പൊ അത് ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ ആദ്യത്തെ വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. ട്രൂ ആണെങ്കിൽ അപ്പൊ num1 റിട്ടേൺ ചെയ്യും. ഇതിപ്പോ ഫാൾസ് ആയതുകൊണ്ട് num2 റിട്ടേൺ ചെയ്തു, അപ്പൊ 8 വന്നു. ഓക്കെ, num2 ആണ് നമ്മുടെ സ്മോളസ്റ്റ്. ആ സ്മോളസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിലേക്ക് ഇത് സ്റ്റോർ ചെയ്തു, ആ സ്റ്റോർ ചെയ്ത വാല്യൂ നമ്മൾ ഇവിടെ പ്രിന്റ് ചെയ്തു. ഓക്കെ, so printf the smallest number is %d, ഫോം ഇട്ടിട്ട് വേണം എഴുതണമെങ്കിൽ സ്മോളസ്റ്റ്. ഓക്കെ, അപ്പം നമുക്ക് എന്താണോ പ്രിന്റ് ചെയ്ത് വരേണ്ടത് അത് ഡബിൾ കോട്ട്സിൽ നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പം അത് കഴിഞ്ഞ് നമ്മൾ കോമ ഇട്ടിട്ട് നമ്മളുടെ വേരിയബിൾ എന്താണോ ആ വേരിയബിൾ കൊടുക്കുക, നമ്മുടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ ഇടുക. നമ്മൾ ഇവിടെ ഈ റിട്ടേൺ 0 ഇടാൻ മറന്നു പോയത് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഇന്റ് മെയിൻ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഇവിടെ ഒരു റിട്ടേൺ 0 ഇട്ടിരിക്കണം. ഓക്കെ, റിട്ടേൺ 0. ഇപ്പൊ ഇൻ കേസ് നിങ്ങൾ ഇവിടെ വോയിഡ് മെയിനാ കൊടുക്കുന്നതെങ്കിൽ അവിടെ റിട്ടേൺ 0ന്റെ ആവശ്യമില്ല. ഓക്കെ, പക്ഷെ ഇവിടെ ഇന്റ് മെയിൻ നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ റിട്ടേൺ 0 നമ്മൾ ഇടണം കേട്ടോ. ഓക്കെ, അതിനുശേഷം നമ്മളുടെ ഇവിടെ മെയിനിൽ നമ്മൾ ഇവിടെ ഒരു കേളി ബ്രേസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് സോറി നെക്സ്റ്റ് ലൈനിൽ കൊടുക്കാൻ മറന്നതാണ്, അത് ക്ലോസ് ചെയ്തു കേട്ടോ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇതിന്റെ പ്രോഗ്രാം വരുന്നത്. അടുത്തത് സെക്കൻഡ് പ്രോഗ്രാം ആണ്. Write a C program to check whether a given positive number is a multiple of 3 or multiple of 7. അപ്പം ഒരു നമ്പർ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ നമ്പർ പോസിറ്റീവ് നമ്പർ ആണ്, ആ നമ്പർ 3ന്റെ മൾട്ടിപ്പിൾ ആണോ
7ന്റെ മൾട്ടിപ്പിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്പർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അറിയാം പോസിറ്റീവ് ഇൻറ്റിജർ ഒരു നമ്പർ വേണം. സോ അവിടെ നമുക്ക് ആ നമ്പർ ഞാൻ നം തന്നെയാണ് അതിന്റെ വേരിയബിൾ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒരു പ്രോഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെ വേരിയബിൾസ് വരുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. നമ്മൾ നേരത്തെ പ്രോഗ്രാമിൽ 2 നമ്പേഴ്സും ഒരു സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേരിയബിളും അല്ലെ, ഏതാണ് സ്മോളസ്റ്റ് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് ഒരു വേരിയബിൾ, അങ്ങനെ 3 വേരിയബിൾ. ഇവിടെ നമുക്ക് ഒരു പോസിറ്റീവ് നമ്പറേ നമ്മൾ റീഡ് ചെയ്യുന്നുള്ളൂ, അത് മൾട്ടിപ്പിൾ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അവിടെ നമുക്ക് ഒരു നമ്പറിന്റെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പൊ ഇതാ n1 അല്ലെങ്കിൽ n എന്ന് പറയുന്നതാണ് ഞാൻ ഒരു നമ്പർ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ വരുന്നത് നമ്മൾ സാധാരണ നമ്മുടെ പ്രോഗ്രാമിനകത്ത് കൂടുതലും വരുന്ന ഹെഡർ ഫയൽസ് എന്ന് പറയുന്നത് സി പ്രോഗ്രാമിംഗിൽ വരുന്നത് stdio.h conio.h ആണ്. ഓക്കെ, നമ്മൾ getch എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ conio.h കൊടുക്കേണ്ട ആവശ്യം ഉള്ളൂ. ഓക്കെ, അപ്പം അത് കൊടുത്തത് കൊണ്ട് തെറ്റുമില്ല കേട്ടോ. അപ്പൊ നമുക്ക് അത് ഇനിയിപ്പോ അത് വരുന്നത് എവിടെയെങ്കിലും നമുക്ക് അറിയാണ്ട് വന്നു, പക്ഷെ നമ്മൾ ഹെഡർ ഫയൽ കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ എറർ വരും. പക്ഷെ ആ ഒരു getch വന്നിട്ടില്ല, പക്ഷെ conio.h കൊടുത്തത് കൊണ്ട് അവിടെ എറേഴ്സ് ഒന്നും വരില്ല. സോ അത് എപ്പോഴും നമ്മൾ കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല. ഓക്കെ, ഹാഷ് ഇൻക്ലൂഡ് stdio.h ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ എന്തായാലും printf scanf ഒക്കെ നമുക്ക് വരുന്നതാണ്. ഓക്കെ, സോ ആ ഒരു ഹെഡർ ഫയൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മളുടെ മെയിൻ ഫംഗ്ഷൻ ആണ് int main curly brace ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എടുക്കുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ പോസിറ്റീവ് ഇൻറ്റിജർ ആയതുകൊണ്ട്, ഇൻറ്റിജർ നമ്പർ ആയതുകൊണ്ട് തന്നെ ഇന്റ് നം ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ്, ആ നമ്പർ നമ്മൾ റീഡ് ചെയ്തെടുക്കണം അല്ലെ. സോ printf enter a positive number. ഓക്കെ, അപ്പം ഞാൻ ഇത് ഓരോ പ്രാവശ്യവും പറയുന്നില്ല, ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ കൊടുക്കണം, ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്യണം, സെമിക്കോളൻ ഇടണം എന്നൊക്കെ. അത് നിങ്ങൾ ഓർത്തിട്ട് തന്നെ ചെയ്യണം കേട്ടോ. സെമിക്കോളൻ ഇട്ടിട്ടില്ലെങ്കിലൊക്കെ നമുക്ക് എറർ ആയിരിക്കും വരുന്നത്, അത് എപ്പോഴും ഓർക്കണം. ഓക്കെ, ദെൻ printf enter a positive number. അപ്പൊ നമ്മൾ അത് റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ത്രൂ scanf ആണ്. ഓക്കെ, scanf പോസിറ്റീവ് നമ്പർ ഇൻറ്റിജർ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് %d ആണ്. %d ഇൻ ഡബിൾ കോട്ട്സ് കോമ ആംപർസാൻഡ് നം. നമ്മൾ scanf റീഡ് ചെയ്യുമ്പോൾ ആംപർസാൻഡ് കൊടുക്കണം. ഓക്കെ, ഇനി നമ്പർ പോസിറ്റീവ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യണം അല്ലെ. പോസിറ്റീവ് ആവാനുള്ള കണ്ടീഷൻ എങ്ങനെയാണ്, നമ്മളിവിടെ ഇത് ഇഫ് സ്റ്റേറ്റ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം പോസിറ്റീവ് ആവാനുള്ള കണ്ടീഷൻ എങ്ങനെയാണ്, ഒരു നമ്പർ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇറ്റ് വിൽ ബി പോസിറ്റീവ് അല്ലെ, ഗ്രേറ്റർ ദാൻ 0. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 പറഞ്ഞാൽ 0 നമുക്ക് നെയ്തർ പോസിറ്റീവ് നോർ നെഗറ്റീവ് ആണ് അല്ലെ. അപ്പൊ അവിടെ നമ്മൾ 0നെ അവിടെ കണക്കാക്കണ്ട. നമുക്ക് ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് നെഗറ്റീവ് ആയിരിക്കും, ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ ഇഫ് യൂസ് ചെയ്തിട്ട്, ഇഫ് നമ്മൾ റീഡ് ചെയ്തിട്ടുള്ള നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, printf please enter a positive number. ഓക്കെ, നമുക്ക് 0യോ അതിൽ കുറവോ ഉള്ള നമ്പർ ഏതെങ്കിലും ആണ് നമ്മളുടെ യൂസർ കൊടുത്തിട്ടുള്ളത് എങ്കിൽ നമ്മൾ പറയണം അവരോട് നിങ്ങൾ പോസിറ്റീവ് നമ്പർ കൊടുക്കൂ. കാരണം ബിക്കോസ് നമുക്ക് പോസിറ്റീവ് നമ്പർ ആണ് ചെക്ക് ചെയ്യാനുള്ളത്. പ്ലീസ് എൻ്റർ എ പോസിറ്റീവ് നമ്പർ. ഈ സ്റ്റേറ്റ്മെന്റ്സ് ഇല്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ, സ്റ്റേറ്റ്മെന്റ്സ് ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇൻ കേസ് ഒരു നെഗറ്റീവ് നമ്പർ ആണ് നമ്മൾ കൊടുത്തത് എങ്കിൽ ഉണ്ടാവുന്ന ആ ഒരു കോൺസിക്വൻസ് നമുക്ക് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പോസിറ്റീവ് നമ്പർ കൊടുക്കൂ എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, അത്രേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് റിട്ടേൺ 1 കൊടുക്കാം. ഓക്കെ, റിട്ടേൺ 1 കൊടുക്കുന്നത് നമുക്ക് എറർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എക്സിറ്റ് ദ പ്രോഗ്രാം വിത്ത് എറർ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, റിട്ടേൺ 0 കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതാണ് റിട്ടേൺ 0. ഓക്കെ, ഇപ്പൊ റിട്ടേൺ 0ക്ക് പകരം വേറെ വല്ല നമ്പേഴ്സ് റിട്ടേൺ 1ഓ 2ഓ ഏത് കൊടുത്തു കഴിഞ്ഞാലും അതൊരു എററിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പൊ നമ്മൾ അവിടെ ലെസ് ദാൻ ഇതാണെങ്കിൽ, ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് അവിടെ ഒരു പോസിറ്റീവ് നമ്പർ കൊടുക്കാൻ പറഞ്ഞിട്ട് റിട്ടേൺ 1 കൊടുക്കുക. കാരണം നെഗറ്റീവ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ എറർ ആയിരിക്കും. സോ എക്സിറ്റ് ദ പ്രോഗ്രാം വിത്ത് എറർ, അവിടെ ഒരു എറർ ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് എന്താണ്, നമ്പർ 3യുടെ മൾട്ടിപ്പിൾ ആണോ 7ന്റെ മൾട്ടിപ്പിൾ ആണോ എന്നുള്ളതാണ്. ഓക്കെ, ഇനി ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, നമുക്കൊരു നമ്പർ, ഇപ്പം എക്സാമ്പിൾ 21 ആണ്. 21 നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ, ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പം നമുക്ക് ഇവിടെ 7 വരും, 21 വരും, നമ്മുടെ റിമൈൻഡർ 0 അല്ലെ. നമുക്ക് ഇവിടെ ഡിവിഷൻ ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിമൈൻഡർ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അതായത് ഡിവിസിബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ മൾട്ടിപ്പിൾ ആണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ആദ്യം ഈ ഒരു ഓപ്പറേഷൻ അറിയാം, മോഡ്യൂളോ ഓപ്പറേഷൻ എന്നാണ് പറയുക. മോഡ്യൂളോ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ 21നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന റിമൈൻഡർ കാണിച്ചു തരുന്ന ഓപ്പറേഷൻ ആണ് മോഡ്യൂളോ ഓപ്പറേഷൻ. ഓക്കെ,
അപ്പോ ഇഫ് ഇത് 22 ആണെന്ന് വിചാരിക്കൂ, 22 ആണെങ്കിൽ 22 മോഡ്യൂളോ 3 നമ്മൾ കൊടുത്തു കഴിഞ്ഞാല് 21 റിമൈൻഡർ ഇവിടെ 1 ആ വരിക. ആൻസർ എന്താ വരിക? 1 ആയിരിക്കും വരിക. ഓക്കെ, 22 മോഡ്യൂൾ ഓഫ് 3 കൊടുത്തു കഴിഞ്ഞാൽ റിമൈൻഡർ എന്താ കിട്ടുക? 1. ആ 1 ആയിരിക്കും അതിന്റെ ആൻസർ വരിക. ഓക്കെ, സോ അപ്പൊ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഡിവിസിബിലിറ്റി നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള പോസിറ്റീവ് ഇൻറ്റിജർ ഉണ്ടല്ലോ, ആ നമ്പർ മോഡ്യൂളോ 3യും മോഡ്യൂളോ 7ഉം ചെയ്യണം. ഓക്കെ, നമുക്ക് മൾട്ടിപ്പിൾ ആണോ അല്ലയോ എന്നുള്ളത് രണ്ടിന്റെയും ചെക്ക് ചെയ്യാനുണ്ട്. സോ ഇവിടെ നമ്മൾ ഡബിൾ ആൻഡും യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഡബിൾ ആൻഡ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ആൻഡിന്റെ അതേ യൂസേജ് ആണ് കേട്ടോ. ഇവിടെ സി പ്രോഗ്രാമിംഗിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു പ്രാവശ്യം ആൻഡ് ഇട്ട് കഴിഞ്ഞാൽ അതിന് ആംബർസാൻഡ് എന്നാണ് പറയാ, അല്ലെ? സ്കാനഫിന്റെ കൂടെ നമ്മൾ കൊടുക്കുന്നില്ലേ ഈ ആംബർസാൻഡ്. ഓക്കെ, അപ്പൊ അതും ഈ രണ്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ രണ്ടും ഡിഫറെന്റ് ആണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മൾക്ക് നോർമലി നമ്മൾ ഒരു ആൻഡ് ആയിട്ട് പറയില്ലേ, ആ ആൻഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ സി പ്രോഗ്രാമിങ്ങിന് 2 പ്രാവശ്യം ഇട്ടാലേ ആൻഡ് ആവുള്ളൂ. ഓക്കെ, ഒരു പ്രാവശ്യം ഇട്ടാൽ അത് ആംബർസാൻഡ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ 2 പ്രാവശ്യം ആംബർസാൻഡ് അല്ല, 2 പ്രാവശ്യം ആൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്പറിന്റെ മോഡ്യൂൾ 3യും ചെക്ക് ചെയ്യണം, നമ്പറിന്റെ മോഡ്യൂൾ 7ഉം ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ മോഡ്യൂളോ 3 ചെക്ക് ചെയ്തു. ഇപ്പൊ 21 അല്ലേ നമ്മൾ എടുത്തിട്ടുള്ള പോസിറ്റീവ് ഇൻറ്റിജർ, 21 എടുത്തു. 21 മോഡ്യൂളോ 3 എന്ന് പറയുമ്പോൾ റിമൈൻഡർ 0 ആണ് അല്ലെ? സോ അപ്പൊ ഇറ്റ് ഈസ് ഡിവിസിബിൾ. ഓക്കെ, അടുത്തത് 21 മോഡ്യൂളോ 7 ചെക്ക് ചെയ്യുക. 21 മോഡ്യൂളോ 7 ചെക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് വി വിൽ ഗെറ്റ് റിമൈൻഡർ ആസ് 0 അല്ലെ? അപ്പൊ 0 വീണ്ടും നമുക്ക് 0. അപ്പൊ അത് ആൻഡ് 2 ചെക്ക് ചെയ്തു. ഇപ്പൊ രണ്ടും ചെക്ക് ചെയ്തപ്പോ രണ്ടിനും 0 കിട്ടി. രണ്ടും 0 കിട്ടിയത് കൊണ്ട് ആ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് ബോത്ത് 3 and 7 ആണല്ലോ. 21 is multiple of both 3 and 7 ആണ് അല്ലെ? അപ്പം അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ നമ്മൾ കൊടുത്ത നമ്പർ അല്ലെ, നമ്മുടെ നമ്പർ ആണ് നം എന്ന് പറയുന്നത്. ആ 21 ഇവിടെ ഔട്ട്പുട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 21 is a multiple of 3 and 7. ഈ 21 എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത നമ്പർ ആണ്. ഈ 21ന്റെ സ്ഥാനത്ത് എന്ത് വേണമെങ്കിലും ആവാം. ഇപ്പൊ ഓക്കെ, ഈ നം എന്ന് പറയുന്ന സാധനം നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പം ആ വാല്യൂ ഇൻറ്റിജർ ആണ് അല്ലെ? Percentage D is a multiple of 3 and 7. Percentage D യുടെ അവിടെ എന്ത് വേണേലും വരാം കേട്ടോ. 21 22 23 നമ്മൾ ഈ എൻ്റർ എ പോസിറ്റീവ് ഇൻറ്റിജറിന്റെ അവിടെ നമ്മൾ എന്ത് നമ്പർ കൊടുക്കുന്നു ആ നമ്പർ ആയിരിക്കും ഇവിടെ വരുന്നേ. ഓക്കെ, അപ്പോ പെർസെന്റേജ് D is a multiple of both 3 and 7. ഓക്കെ, ഇത് നെക്സ്റ്റ് ലൈൻ വരാൻ വേണ്ടിയിട്ടാണ് സ്ലാഷ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇവിടെ പെർസെന്റേജ് D നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഏത് വേരിയബിൾ നമ്മൾ കൊടുക്കണതിന്റെ അടുത്ത് കോമ ഇട്ടിട്ട് നമ്മൾ റീഡ് ചെയ്തിട്ടുള്ള ആ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ നം എന്ന് പറയുന്ന ആ വാല്യൂ അവിടെ കൊടുത്തു. ഓക്കെ, ആദ്യത്തെ കണ്ടീഷൻ ഇതാണ്. നമ്മൾ രണ്ടും ചെക്ക് ചെയ്തു, രണ്ടും ഡിവിസിബിൾ ആണോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തു. ഓക്കെ, ഇതല്ലാത്ത കണ്ടീഷൻ വരാം അല്ലെ, മൾട്ടിപ്പിൾ അല്ലാത്ത കണ്ടീഷനും വരാം. അപ്പോ നമ്മളൊരു എൽസ് ഇട്ടു. എൽസ് if num modulo 3 equals 0. ഇതും പറയാൻ മറന്നു. നമ്മൾ വെറുതെ equal to 0 എന്ന് കൊടുക്കരുത് കേട്ടോ. വെറുതെ equal to 0 കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തെറ്റാണ്. ഡബിൾ ഈക്വൽസ് തന്നെ ഇടണം. ആംപർസാൻഡ് അല്ല, ആൻഡ് പോലെ തന്നെ ഡബിൾ ഈക്വൽ ടു ഇടണം. ഓക്കെ, ഇഫ് നം മോഡ്യൂളോ 3 equals 0, equal 0, മോഡ്യൂളോ 3 equal 0 ആണെങ്കിൽ 3ന്റെ മൾട്ടിപ്പിൾ ആണ്. പ്രിന്റ് ഓഫ് percentage D is a multiple of 3 num. ഓക്കെ, ആദ്യത്തെ എൽസ് കണ്ടീഷൻ. ഇത് ഇഫ് എൽസിന്റെ എൽസ് ഇഫ് കണ്ടീഷൻ ആണ് കേട്ടോ, വീണ്ടും വരുന്നുണ്ട്. അപ്പോ എൽസ് ഇഫ് ആദ്യം നമ്മൾ രണ്ടും ചെക്ക് ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ ബോത്ത് ആർ മൾട്ടിപ്പിൾസ് ഓഫ് ബോത്ത് 3 and 7 കൊടുത്തു. അതിനുശേഷം നം മോഡ്യൂളോ 3 ചെക്ക് ചെയ്യുക. 3ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് കൊടുക്കുക. അതിനുശേഷം 7ന്റെ മൾട്ടിപ്ലിക്കേഷൻ ചെക്ക് ചെയ്യുക, മോഡ്യൂളോ ഓപ്പറേഷൻ ചെക്ക് ചെയ്യുക. ഡിവിസിബിൾ ആണെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ ഓഫ് 7 ആണെന്ന് കൊടുക്കുക. ഇനി ഏറ്റവും ലാസ്റ്റ് നമ്മൾ കൊടുക്കാൻ പോകുന്ന കണ്ടീഷൻ, ഓരോ പ്രാവശ്യം ഇഫ് ഓപ്പൺ ചെയ്യുമ്പോഴും ഇവിടെ ഒരു ബ്രേസ് ഇടുന്നുണ്ട് കേട്ടോ. ആ ബ്രേസ് ക്ലോസ് ചെയ്യണം. നമ്മുടെ ബ്രേസ് നമ്മൾ എവിടെയൊക്കെ ഓപ്പൺ ചെയ്യുന്നു എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഓരോ പ്രാവശ്യം ബ്രേസ് ഓപ്പൺ ചെയ്യുമ്പോഴും ആ ഓരോ കണ്ടീഷൻ കഴിയുമ്പോൾ നമ്മൾ അവിടെ അത് ക്ലോസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതിനുശേഷം നമ്മൾ ഏറ്റവും ലാസ്റ്റ് കണ്ടീഷൻ മൾട്ടിപ്പിൾ അല്ലാത്ത കണ്ടീഷൻ അല്ലെ. ഇപ്പം 2ന്റെയും മൾട്ടിപ്പിളും അല്ല, 3ന്റെ മൾട്ടിപ്പിളും അല്ല, 7ന്റെ മൾട്ടിപ്പിളും അല്ല എങ്കിൽ ലാസ്റ്റ് കേസ് എന്ന് പറയുന്നത് എന്താണ്? നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 3, അതായത് നെയ്തർ 3 nor 7 അല്ലെ. അപ്പോൾ നമ്മൾ അവിടെ കൊടുക്കേണ്ടത് പ്രിന്റ് ഓഫ് പെർസെന്റേജ് D is neither a multiple of 3 nor 7 ആണ്. ഓക്കെ, നെക്സ്റ്റ് ലൈൻ കൊടുത്തു. ദെൻ വീണ്ടും നമ്മളിവിടെ ഇന്റ് മെയിൻ യൂസ് ചെയ്തത് കൊണ്ട് ഒരു റിട്ടേൺ വാല്യൂ വേണം. അത് 0 തന്നെ കൊടുക്കണം. റിട്ടേൺ 0. ഓക്കെ, മെയിനിന്റെ ക്ലോസ് ബ്രേസ് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പം ഇത്രയാണ് മൾട്ടിപ്പിൾ ഓഫ് 7 ആണ്. ഇപ്പൊ നമുക്കിപ്പം
21 പകരം ഇപ്പൊ നമ്മൾ 22 എടുത്തല്ലോ. 22 എടുത്തു. അപ്പൊ അത് 3 കൊണ്ട് ചെയ്താലും നമുക്ക് റിമൈൻഡർ വരും, 7 കൊണ്ട് ചെയ്താലും നമുക്ക് റിമൈൻഡർ വരും. സോ അത് രണ്ടും രണ്ടിന്റെയും മൾട്ടിപ്പിൾ അല്ല. അപ്പൊ 22 ആണ് എടുത്തതെങ്കിൽ 22 is neither a multiple of 3 nor a multiple of 7. ഓക്കെ, ഇനിയിപ്പം ഇൻ കേസ് നമ്മൾ 3 എടുത്തു, വെറും 3 തന്നെ. ഓക്കെ, 3 എടുത്തപ്പം 3 മോഡ്യൂൾ, അതായത് 3 മോഡ്യൂളോ 3 ചെയ്തപ്പോൾ 0 കിട്ടി, എന്നാൽ 3 മോഡ്യൂളോ 7 ചെയ്തപ്പം 0 കിട്ടിയില്ല. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് ബോത്ത് എന്ന് പറയാൻ പറ്റില്ല. 21 ആണ് ബോത്തിന് എക്സാമ്പിൾ വന്നത്. അപ്പം ബോത്ത് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എൽസ് കണ്ടീഷനിൽ 3 മോഡ്യൂളോ 3 0 അല്ലെ. സോ 3 is a multiple of 3 എന്ന് കൊടുക്കാം നമുക്ക്. ഓക്കെ, ഇപ്പൊ രണ്ടാമത്തെ കേസ് ചെക്ക് ചെയ്യും, 7 ആയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു 3 ലാസ്റ്റ് കണ്ടീഷൻ നീതർ അങ്ങനെയും വരില്ല. ഓക്കെ, 3 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 is a multiple of 3 എന്ന് മാത്രം വരും. ഓക്കെ, അങ്ങനെയാണ് ഇതിന്റെ ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Write a C program to read and display marks of 5 subjects using arrays. Arrays യൂസ് ചെയ്തിട്ട് 5 സബ്ജക്റ്റിന്റെ മാർക്ക് റീഡ് ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, അപ്പം എവിടെയാണ് ഞാൻ പ്രോഗ്രാം ഇട്ടിട്ടുള്ളത്? അഗെയിൻ നമ്മളുടെ ഹെഡർ ഫയൽ #include stdio.h ഇന്റ് മെയിൻ ബ്രേസ് ഓപ്പൺ ചെയ്തു. ഇനി അറേ ആണ് അല്ലെ. അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കിപ്പോ 5 സബ്ജക്റ്റിന്റെ മാർക്കാണ് കൊടുക്കാനുള്ളത്. അപ്പൊ നമ്മള് അറേ മാർക്ക്, ശരി, ഓക്കെ, മാർക്കിന് 5 സ്ഥലം വേണം. 5 മാർക്ക് കൊടുക്കണമെങ്കിൽ 5 സ്ഥലം വേണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ 5 സ്പേസ് ഇവിടെ നമ്മൾ സ്റ്റോറേജ് സ്പേസ് നമ്മൾ ഡിക്ലെയർ ചെയ്തു. അറേ ടു സ്റ്റോർ മാർക്സ് ഓഫ് 5 സബ്ജക്ട്സ്. ഓക്കെ, അങ്ങനെ ആ മാർക്കിന്റെ എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളിൽ നമ്മൾ ഇന്റിജർ വാല്യൂ അല്ലേ കൊടുക്കുന്നത്. സോ അവിടെ ഇന്റ് മാർക്കാണ് കൊടുത്തിട്ടുള്ളത്, ഇന്റ് മാർക്സ് ഓഫ് 5. ഓക്കെ, ഇനി ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റീഡ് ചെയ്തിട്ട് ഓരോന്നും പ്രിന്റ് ചെയ്യണം അല്ലെ, ഡിസ്പ്ലേ ചെയ്യണം. ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ഓരോ പ്രാവശ്യവും മാർക്ക് എൻറ്റർ ചെയ്യുമ്പോൾ അത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലൂപ്പിൽ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ലൂപ്പിൽ നമ്മൾ സാധാരണ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ആണ് സാധാരണ, JK ഒക്കെയാണ് നമ്മൾ ഫോർ ലൂപ്പിന്റെ ഉള്ളിൽ യൂസ് ചെയ്യാറുള്ള, നോർമലി യൂസ് ചെയ്യാറുള്ള വേരിയബിൾസ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ആണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ എന്താണ് 5 മാർക്ക് നമുക്ക് എന്താണ് റീഡ് ചെയ്യണം അല്ലെ. printf enter marks of 5 subjects. ഓരോ സബ്ജക്റ്റിന്റെയും മാർക്ക് നമ്മൾ ഓരോ 5 സബ്ജക്റ്റ് ഉണ്ട്, 5 സബ്ജക്റ്റിന്റെ മാർക്ക് നമ്മൾ റീഡ് ചെയ്യാൻ പോവാണ്. അത് പ്രിന്റ് ചെയ്തു. അതിനുശേഷം ഓരോ പ്രാവശ്യം എൻ്റർ ദ മാർക്ക് ഓഫ് സബ്ജക്ട് 1, എൻ്റർ ദ മാർക്ക് ഓഫ് സബ്ജക്ട് 2 അങ്ങനെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ. സ്കാൻ ഓഫ് എൻ്റർ ദ മാർക്ക് ഓഫ് സബ്ജക്ട് 1 പ്രിന്റ് ഓഫ് എൻ്റർ ദ മാർക്ക് ഓഫ് സബ്ജക്ട് 1 എന്ന് കൊടുത്തിട്ട് നമുക്ക് ഓരോ പ്രാവശ്യം ഓരോ വാല്യൂ നമുക്ക് റീഡ് ചെയ്യാം. പക്ഷെ അതിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 5 എണ്ണത്തിന് നമുക്ക് ഒരുമിച്ചിട്ട് തന്നെ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഐയുടെ വാല്യൂ നമ്മൾ ആദ്യം തന്നെ 0. ഓക്കെ, നമുക്ക് അറേയുടെ കാര്യം അറിയാലോ, നമ്മൾ 0 എന്നാണ് ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0 1 2 3 4 5 എണ്ണം അല്ലേ, അപ്പൊ 4 വരെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഈ ആദ്യത്തെ വാല്യൂ എന്ന് പറയുമ്പോൾ ഫോർ ലൂപ്പിൽ i = 0, ഐയുടെ വാല്യൂ നമ്മൾ 0th വാല്യൂല് വന്നു. ഓക്കെ, എന്നിട്ട് ഫോർ ലൂപ്പിന്റെ ഉള്ളിൽ നമ്മൾ എങ്ങനെ കൊടുക്കണം? ആദ്യം നമ്മളൊരു ഇനീഷ്യലൈസേഷൻ ചെയ്യണം അല്ലെ. ആദ്യം 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. അതിനുശേഷം നമ്മൾക്ക് എന്താണ് നമ്മൾ എൻഡ് ചെയ്യേണ്ടത്, എവിടെ വെച്ച് നമ്മൾ ഈ ഒരു ലൂപ്പ് എൻഡ് ചെയ്യണം എന്നുള്ളത് കൊടുക്കണം. i<5 ആവുന്നിടത്ത് നമുക്കിത് എൻഡ് ചെയ്യാം. അപ്പൊ i<5 എന്ന് പറയുമ്പോൾ 5 വരുമോ? ഇല്ല, കാരണം <= കൊടുത്തിട്ടില്ല, മാത്രമേ കൊടുത്തിട്ടുള്ളൂ. <5 കൊടുത്തത് കൊണ്ട് തന്നെ 4 വരെയാണ് ഈ ഒരു ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. ഓരോ പ്രാവശ്യത്തെ ലൂപ്പിൽ ഓരോ പ്രാവശ്യം കഴിയുമ്പോഴും ഐയുടെ വാല്യൂ 1 വെച്ച് ഇൻക്രിമെന്റ് ചെയ്യണം. 1 വെച്ച് ഇൻക്രിമെന്റ് ചെയ്യാനാണ് നമ്മൾ i++ എന്ന് കൊടുത്തിട്ടുള്ളത്. i++ എന്ന് വെച്ച് കഴിഞ്ഞാൽ i = i+1. ഇപ്പൊ ഐയുടെ വാല്യൂ 0 ആണെങ്കിൽ അടുത്ത ഐയുടെ വാല്യൂ 0 + 1 1 ആയിരിക്കും. അടുത്ത ഐയുടെ വാല്യൂ 1 + 1 2 ആയിരിക്കും. അങ്ങനെ അത് നമ്മൾ ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ആണ് i++ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഫോർ ലൂപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, നമ്മളൊരു ബ്രേസും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഓരോ പ്രാവശ്യവും നമ്മൾ ഇത് വെറുതെ കൊടുക്കണ്ട. printf enter the mark for subject, ഓരോ സബ്ജക്ട്, subject 1, subject 2, subject 3, subject 4 and subject 5 അല്ലെ. അപ്പോ %d, അങ്ങനെ ഒരു %d എന്തിനാ കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം സബ്ജക്ട് 1 2 3 4 എന്ന് പ്രിന്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം %d എവിടെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം?
ഐ വെച്ച് സ്റ്റാർട്ട് ചെയ്ത സബ്ജക്ട് 0 എന്ന് വരില്ലേ? കാരണം ഐയുടെ വാല്യൂ ഇപ്പൊ ഇനിഷ്യലൈസ് ചെയ്തിട്ടുള്ള 0 വെച്ചിട്ടല്ലേ. അപ്പൊ 0 വെച്ചിട്ട് വരണ്ട, i+1 വെച്ചിട്ട് കൊടുക്കുക. i+1 വെച്ചിട്ട് 0+1 അല്ലെ? അപ്പൊ 1. അപ്പൊ ഇവിടെ ഈ ഡിയുടെ പൊസിഷനിൽ സബ്ജക്ട് 1 എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ സബ്ജക്ട് 1, ആദ്യത്തെ സബ്ജക്ട് 1 എൻ്റർ മാർക്സ് ഫോർ സബ്ജക്ട് 1. ഓക്കെ, ഇനി അതിനുശേഷം സ്കാൻ ചെയ്തു %d. ഇനി നമ്മുടെ അറേ എങ്ങനെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്? മാർക്സ് എന്നാണ് അല്ലെ, മാർക്സ് ഓഫ് 5. അപ്പൊ ആദ്യത്തെ വാല്യൂ ഐയുടെ വാല്യൂ 0, മാർക്സ് ഓഫ് 0. അപ്പോ സ്കാനിഫ് ഇടുമ്പോ ആംബർസാൻഡ് മറക്കണ്ട, ആംബർസാൻഡ് മാർക്സ് ഓഫ് 0 അല്ലെ. 0th വാല്യൂല് എന്ത് മാർക്കാണ് കൊടുക്കേണ്ടത് അതാണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, എന്റർ. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെയാ ആദ്യത്തെ ഔട്ട്പുട്ട് വരുന്നത്? ആദ്യം നമ്മളിവിടെ പ്രിന്റ് കൊടുത്തിട്ടുണ്ട്, പ്രിന്റ് എൻ്റർ മാർക്സ് ഓഫ് 5 സബ്ജക്ട്. അതിനുശേഷം എൻ്റർ ദ മാർക്ക് ഫോർ സബ്ജക്ട് 1 നമ്മുടെ i+1 കൊടുത്തതുകൊണ്ട് 1 വന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ സ്കാൻ ചെയ്യുന്നത് നമ്മൾ മാർക്ക് കൊടുക്കണം. 0th മാർക്കിന്റെ 0th ഇൻഡെക്സിൽ ഏത് മാർക്കാണ് കൊടുക്കേണ്ടത് അതാണ് ഇവിടെ 85 കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ലൂപ്പിന്റെ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു, ആദ്യത്തെ സൈക്കിൾ കഴിഞ്ഞു. ഇനി രണ്ടാമത് i++ ആണ് അല്ലെ. i++ എന്ന് പറയുമ്പോൾ i = i+1. അപ്പൊ അത് ഒന്ന് ഇൻക്രിമെന്റ് ആയി, അടുത്ത വാല്യൂ ഐയുടെ വാല്യൂ 1 ആയിരിക്കും. ഓക്കെ, ഐയുടെ വാല്യൂ 1 ആയി. 1 > 5 ആണ്, അതും ട്രൂ ആണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവിടെ പോവും, വീണ്ടും പ്രിന്റ് എൻ്റർ ദ മാർക്സ് ഫോർ സബ്ജക്ട് %d. ഐയുടെ വാല്യൂ ഇവിടെ കിടക്കുന്നത് എന്താ? 1 അല്ലേ ഇപ്പം. അപ്പൊ 1+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആവും അല്ലെ. എൻ്റർ ദ മാർക്ക് ഫോർ സബ്ജക്ട് 2. സബ്ജക്ട് 2ന് നമ്മൾ സ്കാൻ ചെയ്യുന്നത് മാർക്സ് ഓഫ് ഐ ഇൻക്രിമെന്റ് ആയി 1 ആയി. മാർക്സ് ഓഫ് 1ൽ നമ്മൾ എന്ത് വാല്യൂ ആണോ കൊടുക്കുന്നത്? 90 ആണ് കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു വാല്യൂ നമുക്ക് അവിടെ കൊടുക്കാം. അങ്ങനെ ഇതിപ്പോ ഓരോന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ നാലാമത്തെ ഐയുടെ വാല്യൂ 4 ആവുന്നത് വരെ ഈ ഒരു ലൂപ്പ് വർക്ക് ചെയ്യും. ഓക്കെ, ഐയുടെ വാല്യൂ 4 ആവുമ്പോ ഇത് വർക്ക് ചെയ്യും. അപ്പൊ സബ്ജക്റ്റിന്റെ നമ്പർ എന്തായി? 4+1 5 ആവും. ഓക്കെ, അപ്പൊ അത്രയും മാർക്സ് നമ്മൾ അവിടെ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ മാർക്സ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രിന്റ് മാർക്സ് ഓഫ് 5 സബ്ജക്ട്സ് ആർ. 5 സബ്ജക്റ്റിന്റെ മാർക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? വീണ്ടും നമ്മളുടെ ഒരു ഫോർ ലൂപ്പ് കൊടുക്കുക. i = 0, i < 5, i++ അതേ തന്നെയാണ്. ഇനി നമുക്ക് സബ്ജക്ട് 1 അല്ലെ, സബ്ജക്ട് 1 എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ i+1 അല്ലേ കൊടുത്തത്. സബ്ജക്റ്റിന്റെ നമ്പർ നമ്മൾ ഇവിടെ i+1 അല്ലേ കൊടുത്തത്. അതേ i+1 ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് മാർക്ക്, നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ള മാർക്ക്. ആ മാർക്ക് എന്ന് പറയുന്നത് %d, ഇന്റിജർ വാല്യൂ തന്നെ ആയതുകൊണ്ടാണ് ഇവിടെയൊക്കെ %d യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം മാർക്ക് നമ്മൾ ഏത് വേരിയബിളിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്? മാർക്സ് ഓഫ് ഐ എന്ന് പറയുന്ന വേരിയബിളിലാണ് അല്ലെ. അപ്പൊ ആ ഐയും കൊടുക്കണം. പ്രിന്റ് സബ്ജക്ട് %d സബ്ജക്ട് 1 2 3 4 കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ കൂടെ കൊടുത്തിട്ടുള്ളത്. കോളൻ ഇട്ടു. ഇനി അടുത്തത് മാർക്ക് എന്ന് പറയുന്നത് മാർക്സ് ഓഫ് ഐ എന്ന് പറയുന്ന വേരിയബിളിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് ഓരോ പ്രാവശ്യം ഓരോ ലൂപ്പിൽ, ആദ്യത്തെ ലൂപ്പിൽ i = 0 വരുമ്പോ സബ്ജക്ട് 1 85, അടുത്തത് i = 1 വരുമ്പം സബ്ജക്ട് 2 90, അങ്ങനെ വരും. ഓക്കെ, ദെൻ നമ്മുടെ ഫോർ ലൂപ്പ് ഇവിടെ ക്ലോസ് ചെയ്തു, റിട്ടേൺ 0, മെയിനും ക്ലോസ് ചെയ്തു. ഓക്കെ, ഇതാണ് അതിന്റെ ഔട്ട്പുട്ട് വരിക. മാർക്സ് ഓഫ് 5 സബ്ജക്ട്സ് ആർ സബ്ജക്ട് 1, സബ്ജക്ട് 2, സബ്ജക്ട് 3, അങ്ങനെ സബ്ജക്ട് 5 നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത മാർക്സ് ഒക്കെ പ്രിന്റ് ചെയ്ത് വരും. ഓക്കെ, അപ്പൊ നമുക്ക് റീഡ് ചെയ്യും വേണം, ഡിസ്പ്ലേ ചെയ്യും വേണം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ 2 ഫോർ ലൂപ്പിൽ ഇത് കൊടുത്തത് കേട്ടോ. മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. predict and justify the output of the C program. ഓക്കെ, അപ്പൊ ഈ ഒരു താഴെ തന്നിട്ടുള്ള ഒരു C പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എന്താണ്, പിന്നെ അവിടെ എന്താണ് നമുക്ക് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് എന്താണ് നമ്മൾ ഇതിൽ ജസ്റ്റിഫൈ ചെയ്യാനുള്ളത് എന്ന് പറയണം കേട്ടോ. #include stdio.h int main int a = ഒരു empty array ആണ് ഇവിടെ കേട്ടോ. ഇതൊരു empty array ആണ്. ഇതിന്റെ ഉള്ളിൽ വേറെ വാല്യൂസ് ഒന്നും കൊടുത്തിട്ടുമില്ല. ഓക്കെ, then printf %d size of a return 0, ബ്രേസ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് എന്താണ് എന്നുള്ളതാണ് നമുക്ക് ചോദിക്കുന്നത്. ഈ പ്രോഗ്രാം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഔട്ട്പുട്ട് ആണ് കിട്ടുക, അത് എന്തുകൊണ്ടാണ് ഔട്ട്പുട്ട് കിട്ടുന്നത്, എന്തായിരിക്കും അതിന്റെ ഔട്ട്പുട്ട്, അത് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യണം. ഓക്കെ, സോ നമുക്കിവിടെ എന്താണ്
ഇതിലൊരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു കമ്പൈലേഷൻ എറർ ആയിരിക്കും. ഓക്കെ, ഒരു കമ്പൈലർ എറർ ആയിരിക്കും അവിടെ വരുന്നത് കേട്ടോ. അപ്പം അത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാനായിട്ട് പറ്റുമോ? ഓക്കെ, അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ, ഹെഡർ ഫയൽസ്, മെയിൻ, ഇതൊക്കെ കറക്റ്റ് ആണ്. ഇവിടെ ഒന്നും നമുക്ക് തെറ്റില്ല. ഓക്കെ, തെറ്റില്ല. ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഒരു empty array ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അവിടെയാണ് നമുക്ക് വന്നിട്ടുള്ളൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഇവിടെ എ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് എലമെന്റ്സ് ഒന്നും ഇല്ല. നമ്മൾ സാധാരണ ഒരു അറേ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണ്? എ ഓഫ് എന്തെങ്കിലും ഒരു സൈസ് കൊടുക്കും അല്ലെ. ഇപ്പൊ ഒരു സൈസും ഇല്ലെങ്കിൽ നമ്മളിവിടെ എ ഓഫ് 0 എന്ന് കൊടുക്കും. അതല്ലെങ്കിൽ നമ്മളിവിടെ എ ഓഫ് 5, എത്രയാണോ നമുക്ക് ഡിക്ലെയർ ചെയ്യേണ്ടത് അത് കൊടുക്കും. ഓക്കെ, ഇപ്പൊ ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു empty array ആണ്. empty array ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ 0 എന്ന് കൊടുക്കായിരുന്നു. ഓക്കെ, അറേയിലൊന്നും ഇല്ല, അപ്പൊ 0 എന്ന് കൊടുക്കായിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ല. അഥവാ ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല എങ്കിൽ പക്ഷെ നമ്മൾക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്ക് A5 ഇങ്ങനെ കൊടുക്കായിരുന്നു. ഇതിന്റെ ഉള്ളിൽ നമ്മൾ 2 ബ്രേസ് കൊടുത്തിരിക്കുന്നതുണ്ടോ? ഈ ബ്രേസിന്റെ ഉള്ളിലെങ്കിലും നമ്മൾ കുറച്ച് വാല്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതൊരു തെറ്റാവില്ലായിരുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ഒരു അറേയുടെ ഇന്റ് അറേയുടെ ഉള്ളിൽ നമ്മൾ ഇവിടെ ഒന്നും വെച്ച് ഡിക്ലെയർ ചെയ്തിട്ടില്ല എങ്കിലും ഈ ബ്രേസിന്റെ ഉള്ളില് നമ്മൾ എലമെന്റ്സ് എന്തെങ്കിലും ഇട്ട് കൊടുക്കുവാണെങ്കിൽ അതൊരു എറർ ആവില്ലായിരുന്നു. ഓക്കെ, അപ്പം ഒന്നുമില്ലെങ്കിൽ നമ്മളൊരു സൈസ് അവിടെ സ്പെസിഫൈ ചെയ്യണം, ഇന്റ് എ ഓഫ് 5 എന്ന്. അതല്ല എങ്കിൽ നമ്മൾ ഇന്റ് എ ഈക്വൽ ടു ഇങ്ങനെ 1 2 3 അറ്റ്ലീസ്റ്റ് ഒരു എലമെന്റ് എങ്കിലും വെച്ചിട്ട് നമ്മൾ അത് ഇനീഷ്യലൈസേഷൻ ചെയ്യണമായിരുന്നു. ഓക്കെ, ഇനീഷ്യലൈസ് ചെയ്യണമായിരുന്നു. അപ്പം ഇതങ്ങനെ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മുടെ സിക്കകത്ത് empty ഇനീഷ്യലൈസർ അവിടെ ഇൻവാലിഡ് ആണ്. ഓക്കെ, അപ്പൊ array with an empty initializer, ഒരു empty initializer എന്ന് പറയുന്നത് സിയിൽ ഇൻവാലിഡ് ആണ്. സോ അവിടെ നമുക്ക് ഒരു കമ്പൈലർ എറർ ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് നമുക്ക് പ്രിന്റ് ഓഫ് % സൈസ് ഓഫ് എ. അപ്പം ഇതിന്റെ സൈസ് ആണ് ചോദിക്കുന്നത്. ഈ എയുടെ സൈസ് ആണ്, അറേയുടെ സൈസ് ആണ് നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്ത് വരേണ്ടത്. ഓക്കെ, അപ്പൊ എയുടെ സൈസ് നോർമലി നമ്മൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാത്തവരാണെങ്കിൽ നമ്മളത് 0 ഔട്ട്പുട്ട് നമുക്ക് എന്താ, നിങ്ങൾ പ്രെഡിക്റ്റ് ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വേഗം സൈസ് ഓഫ് എ അല്ലേ, അപ്പൊ എയുടെ അകത്ത് പ്രത്യേകിച്ച് ഒരു വാല്യൂ കൊടുത്തിട്ടില്ല, സോ ഇറ്റ് വിൽ ബി 0 എന്നും പറഞ്ഞിട്ട് നമ്മൾ 0 കൊടുക്കും അല്ലെ. പക്ഷേ ഇവിടെ അറേക്കകത്ത് എലമെന്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് സൈസ് 0 ആണ്. ഓക്കെ, 0 ആണ്. ബട്ട് ഇങ്ങനെ നമുക്ക് ഡിക്ലറേഷൻ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ ഒരു ഇനീഷ്യലൈസേഷൻ ഒന്നും ഇല്ല. അതുപോലെ തന്നെ അറേ നമ്മൾ സ്പെസിഫിക് സൈസിൽ ഡിക്ലെയർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു എറർ വരുന്നത് കൊണ്ട് തന്നെ ഈ സൈസ് ഓഫ് നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് യാതൊരു അർത്ഥമില്ല, കാരണം അവിടെ ഒരു കമ്പൈലർ എറർ ആണ് വരുന്നത്. ഓക്കെ, ബാക്കി ഇതെല്ലാം കറക്റ്റ് തന്നെയാണ് കേട്ടോ. റിട്ടേൺ ഇവിടെ ബാക്കിയെല്ലാം ശരിയാണ്. ഇവിടെ ഒരു empty array എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എഴുതിയതാണ് കേട്ടോ. അപ്പൊ അത് ക്വസ്റ്റ്യൻ ഈ empty array ഒന്നും തരൂലേ. അപ്പൊ അതാണ് ഇതിന്റെ ഒരു മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ.